ഈസ്റ്റർ സ്പെഷ്യൽ ഓ മൈ ഗോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ചാരിറ്റി പ്രവർത്തക പാവപ്പെട്ടവരെ കാണിച്ച് സ്പോൺസറിൽ നിന്ന് പണം തട്ടാൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. സഹായം കൊടുക്കേണ്ട ആളെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാം. ഇത് നമ്മുടെ ഇതിലുള്ള ആള് തന്നെ. ഇവിടെ എത്ര സമയമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എവിടെ പോയത്? ഈ അമ്മേനെയും കൂടി വിളിക്കണമായിരുന്നു. എവിടെ താമസം? നമ്മളങ്ങ് പേരില്ല എവിടെ? പേരില്ല പുള്ളിക്കണമെന്ന് പറഞ്ഞൊക്കെ അറിയാം. പുള്ളിക്കോണം രാമേശൻ അവരൊക്കെ മേശരിയുടെ വീട്ടിന്റെ വീട്ടിന്റെ മുകളിൽ കയറുക. മുകളിൽ കയറണം. അതിന്റെ മുകളില്. എപ്പ എത്തി? ഞാൻ ഒരു 1.5 മണിക്കൂറായി. നടന്നു വരാൻ വയ്യ, ക്ഷീണമുണ്ട്, ശ്വാസം. ഞാൻ പറഞ്ഞല്ലേ വണ്ടി വിടാന്നുള്ളത്. വണ്ടി ഞാൻ വന്ന് ഇവിടെ ആക്കിയിട്ട് അമ്മ ആക്കിയിട്ട് വിളിക്കാൻ വരാനായിട്ട് ഇരിക്കുവായിരുന്നു. പിന്നെന്ത്? പിന്നെ വേറെ പൈസ ഇതൊക്കെ തരും പറഞ്ഞിട്ടൊന്നും നടന്നില്ല. തരും പൈസ തരാനല്ലേ വന്ന്. ഇന്നിപ്പോ സാറ് വരുമല്ലോ, വന്നിട്ട് എല്ലാവർക്കും പൈസ തരാനും അമ്മേനെ ഞാൻ അവിടെ നിന്ന് പോയി വിളിച്ചിട്ട് വരുവാണ്. അമ്മയ്ക്കും വീട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി. പൈസ നിങ്ങൾക്ക് തന്നാ? ഇല്ല, എനിക്ക് ഇന്നലെ വീട്ടിൽ വന്ന് എൻ്റെ വീട് ഫോട്ടോ എടുത്തോണ്ട് പോയതേ ഉള്ളൂ. നമ്മളങ്ങനെ തങ്ങളിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇന്നലെ ഇന്ന് ഒറ്റക്കാലുള്ള പരിചയമുള്ളൂ. ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അച്ഛനെ വിളിച്ച പോലെ തന്നെ ഞാൻ അമ്മേനെയും വിളിച്ചു. വേറെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. വേറെ ആൾക്കാരുണ്ട്, വരും. അത് ഞാൻ വണ്ടി വിട്ടിട്ടുണ്ട്, ഇപ്പൊ പോയി കൊണ്ടുവരും. എനിക്ക് വീടൊന്നുമില്ല. എനിക്ക് വീടും ഇല്ല, കൂടുമില്ല. ഒരു ടാർപ്പ് കെട്ടിയാണ് ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്ക് ടാർപ്പ് എങ്കിലും ഉണ്ടല്ലോ. ഞാൻ ഈ വഴിയകത്ത് അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ പലരുടെ സഹായമുണ്ട്, മനസ്സിലായില്ലേ? എല്ലാം ശരിയാണ്. ആർക്കും സഹായമൊന്നും ആരുമായിട്ട് ഒരു സഹായം. അയ്യോ, സഹായമൊന്നും ഉദ്ദേശിച്ച് വേറൊന്നുമില്ല. ആഹാരം ഉണ്ടെങ്കിൽ ആഹാരം തരും, വെള്ളം തരും. അങ്ങനെ ആഹാരമായിട്ട് ഒരു പൈസ ആയിട്ട് ഒരു മനുഷ്യന്റെ ഒരു സഹകരണമായിട്ട് ഒന്നുമേ ഇല്ല. ഓ, പണ്ടേ എന്റെ അമ്മ അങ്ങനെയൊന്നും ഞങ്ങളെ ശീലിപ്പിച്ചിട്ട് അങ്ങനെയൊന്നും പേയുള്ള തഴക്കമില്ല. പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഉണ്ടോ കഴിക്കുക, ഇല്ലെങ്കിൽ അതിന് വീട് അറിയരുത് കിടക്കണം. അങ്ങനെയാണ് ഞാൻ ഇന്നും. അതല്ലേ നമ്മളെ നാട്ടില് പണ്ട് നമ്മളെ ആൾക്കാർ അങ്ങനെയാണ് കഴിയുന്നത്. ഇന്നലെ വന്നൊരു എന്താ അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് സത്യം പറയണമെങ്കിൽ കുടിക്കാനൊന്നും പറ്റില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സാധനം ഇത്തിരി ഉപ്പും ഉള്ള പുളിയും കൂടെ എടുത്തിട്ടുള്ള മുളക് പൊടിയും കൂടെ എടുത്ത് അങ്ങോട്ട് ഒന്ന് ഞല്ലി ഇതുപോലെ കഞ്ഞിയുള്ള പോലെ കുടിച്ചിട്ടുണ്ട്. ദൈവമേ എന്ന് പറഞ്ഞ് എടുക്കണം. അതന്നെ നല്ലത്. ഇനിയുള്ള കാലം അങ്ങനെ ദൈവമേ വിചാരിച്ച് അങ്ങനെ നടക്കാനേ നമുക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കിടക്കുന്ന സ്ഥലത്തിലെ പ്രശ്നം എന്ന് വെച്ചാല് ഇഴജന്തുക്കളെ മൊത്തം അത് തന്നെയാണ്. പിന്നെ വേറെ ആരുമില്ല, അപ്പുറം ആരുമില്ല. ആകെ ഒറ്റയ്ക്കുള്ള താമസവും കാര്യങ്ങളും. എന്ത് ചെയ്യും? സാറ് വരട്ടെ. സാറ് വന്നാൽ നിങ്ങളെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ സാർ അതനുസരിച്ച് നിങ്ങളെ സഹായിക്കും. അല്ല, മേഡം കൂടെ അത് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. ഇതൊക്കെയാണ് ഞാൻ വീട്ടിൽ വന്നാൽ ഫോട്ടോ എടുത്ത് എന്തൊക്കെ എന്റെ മനസ്സിൽ എനിക്ക് എന്തൊക്കെ കിട്ടിയതുപോലെയൊക്കെ എന്റെ മനസ്സിൽ തോന്നുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒരു തല ചായ്ക്കാൻ ഒരു മാടം വേണം. അത് അത്യാവശ്യം. എനിക്കും അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം. മാടം തരും. സാറ് വരട്ടെ. സാറ് വരുമ്പോ മാടം എല്ലാം തരും. വലിയൊരു വികാസമായിട്ട് നടക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവം ഇരിപ്പുണ്ട്. ദൈവം അതിനെ കൃത്യമായിട്ട് അതിനൊരു ഇത് തരും. ഇത്തിരി ഒന്ന് ഒതുങ്ങി കിടന്ന ഒരു മാടം മാത്രം വെച്ചാൽ ചൊക്കന്മാരും ടാർപ്പേജ് അകത്ത് കയറി കഴിഞ്ഞാൽ വല്ലതും പറയാൻ പറ്റുമോ? അതങ്ങനെ. പിന്നെ മഴ പെയ്ത നേരെ വീട്ടിൽ കിടക്കാക്കൂല, ചോർന്നും ഒരിച്ചും. പിന്നെ ജലജന്തുക്കളൊക്കെ പേടിച്ച് രാത്രി ഉറക്കം വരില്ല, അത് പേടി. മണ്ണെണ്ണ ഇല്ല, കറണ്ട് ഇല്ല, എല്ലാം പ്രശ്നം തന്നെ. ഡീസൽ വേണമെങ്കിൽ 100 രൂപ കൊടുക്കും. 100 രൂപ കൊടുക്കും. മെഴുതിരി വാങ്ങിച്ചു കൊണ്ടിട്ട് കത്തിച്ചാണ് നേരം വിളിപ്പിക്കുന്നത്.
അവരിവിടെ വെയിറ്റ് ചെയ്യും. 2 പേരൂടെ വരാനുണ്ട്. അവരിപ്പോ എത്തും. വണ്ടി പോയേക്കുക. ഞാൻ അങ്ങോട്ട് താഴോട്ടേക്ക്. ശരി. ഓക്കെ സാർ അവിടെ വരുന്നു. അപ്പൊ ഞാൻ ഒന്ന് അങ്ങോട്ട് ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ, എങ്ങും പോകരുത്. നമ്മൾ സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മളെ കൂടെ നിക്കണം നിങ്ങള്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും, മനസ്സിലായോ? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ മക്കളെ കാര്യമാണെങ്കിൽ അവരെ അവസ്ഥ അതാണോ എന്നൊക്കെ അന്വേഷിക്കും, മനസ്സിലായോ? എവിടെ വേണമെങ്കിലും അതാണ് എന്റെ മക്കളെ കാര്യവും കൂടെ ഞാൻ പറയാൻ കാരണം. ശരി, അപ്പൊ എവിടെ വേണമെങ്കിലും മാഡത്തിന് അന്വേഷിക്കാം. ആരുടെ കാര്യം ആരോടെ വേണമെങ്കിലും ചെന്ന് അന്വേഷിക്കാം. അപ്പൊ ഞാൻ താഴോട്ട് പോയിട്ട് വരാം. മാഡത്തിന് മുമ്പോട്ട് നീങ്ങാം. അപ്പൊ ഈ ശിവദാണു മേശിരിയുടെ അവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കേക്കട്ടെ, പിന്നെ കുടുംബവും കുഞ്ഞുങ്ങളും മോനുണ്ട്, മോളുണ്ട്. അവരെല്ലാം അവരവരെ നിങ്ങളെ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരെ ഈ വയസ്സാം കാലത്ത് കിടന്ന് ബുദ്ധിമുട്ടിച്ച് അതൊന്നും എനിക്ക് എൻ്റെ അഭിമാനത്തിന് ചേർന്നല്ല. അല്ലേ സാറിന് ഇപ്പൊ വിളിച്ചോളൂ, എസ് ഐ വിളിച്ചോളൂ. ഓ ശരി സാർ. എന്താ അവിടെ ഇരിക്കുന്നേ? ഒരാളിനെ കാണാൻ മാമനോ? ഞാൻ ഒരാളിനെ കാണാൻ വന്നിരിക്കുന്നു. ആളുടെ പേരൊന്നും അറിയാമോ? ആളുടെ പേര് ശരിക്കും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്ത് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നേ നിങ്ങളെ? എന്ത് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നേ? നമ്മൾ വന്ന വേറെ ഒന്നിനുമല്ല, ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലവും വീടും ഒന്നും. അങ്ങനെ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് ഒരാൾ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അവര് ഇന്ന് പരിചയപ്പെട്ട് അവര് ഇവിടം വരെ കൊണ്ടുവന്നു. ഒരു സാറ് വരാറുണ്ട്, ആ സാറിനെ അത് കാശ് എന്തെങ്കിലും തരാന്ന് പറഞ്ഞാൽ അവര് വീട് വെച്ച് തരാന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ ഒരാളെ അന്വേഷിച്ച് കുറച്ച് നേരമായിട്ട് നടക്കുക. അവനും കൂടെ കേൾക്കണം കേട്ടോ. ഈ വീടൊക്കെ വെച്ച് തരാമെന്നും പിന്നെ സാമ്പത്തികമായി സഹായിക്കാമെന്നും പറഞ്ഞ് ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. സ്ത്രീ പുറകിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും കാശ് കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ബിദിര, തൊളിക്കോട്, പറണ്ടോട് ഈ സ്ഥലത്തൊക്കെ തട്ടിപ്പടത്തി. അയ്യോ, നമ്മളേന്നും കൂടെ പൈസ വാങ്ങിച്ചോണ്ട് പോകും. നിങ്ങളേത് കാശ് വാങ്ങുകയല്ല, നിങ്ങളെ മുഖം കാണിച്ചിട്ട് വേറെ ആൾക്കാരെ നിന്ന്, അതായത് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാശാ വാങ്ങണേ. അപ്പൊ നിങ്ങൾക്ക് കാശൊന്നും തന്നില്ലല്ലോ? ഇല്ല, ഫോട്ടോ എടുത്തോണ്ട് പോയി. ഫോട്ടോ എടുത്തോണ്ട് പോയോ? അപ്പൊ ആള് വരുമെന്ന് പറഞ്ഞോ? ആളിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വേറെ ആരെ സഹായിക്കാൻ പോണെന്ന് പറഞ്ഞല്ലേ പോയത്. രണ്ടുപേരും കൂടെ വിളിച്ചോണ്ട് വരാം. ഈ വിളിച്ച ആളിന്റെ നമ്പർ അമ്മയുടെ കയ്യിലുണ്ടോ? അമ്മയുടെ ഫോണുണ്ടോ? ഫോണുണ്ട്. അമ്മയുടെ ഫോണിൽ വിളിച്ചിരുന്നോ? ആള് എന്നെ വിളിച്ചിരുന്നു. അതിലൊന്ന് വിളിക്കാം. ഹലോ, അവസാനത്തെയാണോ? ലാസ്റ്റ് എത്രയാ? ഒരു 90-ലാണ് തുടങ്ങണത്. 90-ലാണ് തുടങ്ങുന്നത്. ഞാൻ ഈ നമ്പർ ഞാൻ ആദ്യത്തെ നമ്പർ നോക്കി വയ്ക്കും. വിളിക്കണതേ അത് എടുക്കണോ വേണ്ട എന്ന് നോക്കാനായിട്ട് ആദ്യത്തെ നമ്പർ നോക്കി വയ്ക്കും. ഹലോ, ശരി ശരി സാർ. നമുക്ക് നമ്മൾ ഇങ്ങനെയൊന്നും പോണ ആൾക്കാരല്ല. ഇങ്ങനെ പറഞ്ഞപ്പോ സഹായിക്കാന്ന് പറഞ്ഞപ്പോ രണ്ടോളം സഹായിക്കാൻ, നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ കണ്ടതേ ഉള്ളൂ. അമ്മ ഈ നമ്പറിൽ ഞാൻ വിളിക്കുകയാണ്. അമ്മ സംസാരിക്കണം. ഞാനത് സംസാരിച്ച് അമ്മയുടെ തരാം. എന്നിട്ട് ആളുടെ ഇവിടെ വരാൻ പറയണം. പറയണ്ട. അമ്മയുടെ ഫോണ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാം. ഫോൺ സ്വിച്ച് ഓഫ് അടുത്തൊന്ന് ഒരാളുടെ വാങ്ങി വിളിച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ. എന്തൊരു പ്രശ്നം വരുമോ? എന്തൊരു പ്രശ്നം? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വിളിച്ച് വലിയ കേട്ടെ. ഞാൻ അമ്മ സംസാരിച്ചാൽ മതി. ഹലോ, മേഡം എവിടെ ഇരിക്കണേ? അല്ല, മേഡം ഒത്തിരി ഇവിടം വരെ ഒന്ന് വരാമോ? ഓ ഇത് വേറെ ആളിന്റെ ഫോൺ വിളിച്ച് ഫോൺ മാറ്റി വിളിച്ചതാണ്. ഇതില്ല, ചാർജ് ഇല്ല മേഡം. എന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ശരി. ഇപ്പോൾ ഞാൻ വീണ്ടും എത്തിക്കാനാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണേ സാറേ. ഞങ്ങൾ ഈ കേസും പക്കാണോ വഴക്കൊന്നും പോയാൽ ശീലമില്ല. ശരി, നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറിയിക്കാം. നമ്മളെ കണ്ട അവിടെ പറഞ്ഞോളാം. അതൊക്കെ അവിടെ ഒന്നും പറയണ്ട. അമ്മ ഇവിടെ ഇല്ല, ഒരു പ്രശ്നമില്ല. അമ്മ ഇവിടെ പിടിച്ചിരുത്തിയാൽ ഞങ്ങളേറ്റ് കേട്ടോ. പിടിച്ചവിടെ കുരുക്കിലാണോ?
കർത്താവ്. എന്ത് ചെയ്യും ഓരോ വന്ന് വീഴുന്നുണ്ടല്ലേ. നമ്മളെ സമയം നല്ലതല്ല. ഫോണൊന്നും ഒരു പറഞ്ഞു. അയ്യോ എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാന്നാ മതി നായിപ്പ്. എനിക്ക് പോലീസിന്റെ കാക്കി കാണുമ്പോഴേ വിഷയം. എന്തിനു ചെയ്യൂന്ന് പറ. അബദ്ധത്തിൽ ചെന്ന് കാടി ഈ ദ്രോഹികളൊക്കെ വന്ന് ഇതുപോലെ ചാടികൾ കൊണ്ടും തന്നെയുണ്ട്, കുള്ളസംഘ പാർട്ടിയിലും തന്നെയുണ്ട്. എവരാ അല്ലാതെ ആയിരിക്കും ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്തെല്ലാം പത്രത്തിൽ കേൾക്കണം എന്നറിയാം. എനിക്ക് വേണ്ട. അയ്യോ എനിക്കും വേണ്ട. ഇനി നോക്ക് സൂക്ഷിച്ചും കണ്ടല്ലാതെ ഇനി നമ്മൾ പോണ്ട കേട്ടാ. നോക്ക് മിണ്ടല്ല നില്ല്. ഇനി എന്റെ പിള്ളേരറിഞ്ഞ വെട്ടു എന്നെ അറിയാമോ. നമ്മളെ മാനം ഉണ്ടല്ല, മാനം സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. ആ നമുക്കൊരു സംസ്കാരമുണ്ട്. എന്താ ഇവരെ കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല. ഇവരെ ഈ സാരിയൊക്കെ ഉടുത്ത് എന്ത് സൗമ്യമായിട്ട് സംസാരിക്കണത്. പൈസ എണ്ണീട്ട് നമുക്ക് ഇത് ഇരിക്കട്ടെന്ന് പറഞ്ഞ് തന്നില്ല. പൈസ എണ്ണിയത് കേട്ടാ എത്ര തവണോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഞാൻ നോക്കിയിരിക്കാണ്. നോക്കാം. എന്തായാലും എവര് നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മൾ പേടിക്കണ്ട. മാറിയല്ലായിരുന്നു. എന്ത് പറ്റി വിളിച്ചെന്ത് നല്ല വിളിച്ചത് വിളിച്ചു നോക്കിയത് തന്നെ. എവിടെ നിൽക്കണം അറിയാൻ വേണ്ടിട്ട് ഇന്നപ്പോ വല്ലാത്തൊരു ഇത് തന്നെ പോലെയൊക്കെ പറഞ്ഞു. വേറെ നമ്പറിന്ന് വിളിച്ച് അത് ചാർജ് ഇവിടെ വന്ന് ആ ഫോണിൽ നിന്ന് മാറ്റി വിളിച്ചാണ്. എന്റെ ഫോണ് കട്ടായി ആയിപ്പോയി, അതുകൊണ്ട് വിളിച്ചത്. നമ്പർ പൈസ ഇല്ല. എന്റെ ഫോണിൽ പൈസ ഇല്ല. അത് തന്നെ പൈസ ഇല്ലാത്തോണ്ട് ആ ഫോണിൽ നിന്ന് നമ്പർ എടുത്തു. അത് തന്നെ. സാർ ഇപ്പൊ എത്തും. അവിടെ തിരിഞ്ഞു. അങ്ങനെ മാഡത്തിനൊന്ന് വിളിച്ചു നോക്കിയാ എവിടെ നിൽക്കുന്നു. ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴേ ടെൻഷൻ. ഞാൻ അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ സാറിന് കുഴപ്പമില്ല, ഒറ്റയ്ക്ക് സ്ഥലം ഉണ്ടല്ലാണ്ട് ഇവിടെ ആവശ്യം പോലെ സ്ഥലമാണ്. നീ ഇവിടെ ഇരു. നീ അവിടെ പോട്ടെ. ഞാൻ പോ ഇവിടെ ഇരിക്കാവില്ല. ഇവിടെ ഇരിക്കേ. ഇവിടെ പോണ അല്ല ഞാൻ വീഴും. ഇനി അവിടെ ഇരിക്കേ. അല്ല ഞാനാ പറഞ്ഞ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ടെൻഷൻ പറയുവാന്ന് ഞാൻ വിളിച്ചു. ടെൻഷനൊന്നും വേണ്ട, ഇപ്പൊ എത്തും സാറ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും പോയി എങ്ങിട്ടൊന്നും ഇരുന്നിട്ടുമില്ല. പോണെങ്കിൽ അഥവാ നമ്മളെ മക്കളെ എങ്ങനെ കൊണ്ടുപോയി എന്തെങ്കിലും കാര്യത്തിനൊക്കെ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞ് കൊണ്ടുവരണം. അതുകൊണ്ടല്ലേ ഞാനും ഇങ്ങോട്ട് വന്നതാ. അതുകൊണ്ടല്ലേ ഞാനും ഇറങ്ങി തിരിച്ചു. ഇവിടെ ഇത് തന്നെ ആള്. അതല്ലേ ഇരിക്കണത്. താര ഗോപിനാഥ് അല്ലേ? അതെ. ട്രിവാൻഡ്രത്തല്ലേ വീട്? അതെ. നേരേട്ട് കാവ് കവടിയാർ. ഇത് തന്നെ ആള്. നിങ്ങൾക്കെതിരെ 4 സ്റ്റേഷനിലും കേസുണ്ട്. എന്തിനാണെന്നറിയാലോ? നിങ്ങൾ ഈ വിതിര, പറണ്ടോട്, പിന്നെ തൊളിക്കോട് ഈ ഭാഗങ്ങൾ ഇതേപോലെ വൃദ്ധരെ കാണിച്ച് നിങ്ങൾ ആരെയും പുറത്തു രാജ്യങ്ങളിൽ നിന്ന് കാശ് വാക്കിയിട്ടുണ്ടോ? ചാരിറ്റിയുടെ പേര് പറഞ്ഞ് ചാരിറ്റിയല്ലേ ഇവർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇവർക്ക് രണ്ടുപേർക്ക് മാസം തോറും 5000 രൂപ 2 പേർക്കും കൊടുത്തോണ്ടിരിക്കുകയല്ലേ. നമുക്ക് പൈസ സത്യമാണ് സാറേ. 2 മാസം കൊണ്ട് കൊടുത്തോണ്ടിരിക്കുവാണ്. നിങ്ങൾ തന്നിട്ടുണ്ടോ? എന്നേലും തന്നിട്ടില്ല. എനിക്ക് തന്നിട്ടില്ല. അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് രൂപ എന്ന് പറഞ്ഞ ആരും തന്നിട്ട് ഒരുത്തർ തന്നെ. എന്റെ 2 മക്കളാണ് എനിക്ക് തന്നിട്ട്. ഇന്നലെ ഒരാൾ വന്ന് എന്റെ വീട്ടിൽ വന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതാ ഇന്ന് ഈ ഇടപെട്ട് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു. സാറ് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ ഇത് 2ാമത്തെ മാസം. ഒരുപാട് പേർക്ക് കൊടുത്തതിന്റെ കേസാണ് കിട്ടണം. അല്ലാതെ ഞങ്ങൾക്ക് സത്യമായിട്ട് പണം സത്യം. കാരണം അമ്മ കള്ളം പറഞ്ഞാൽ ഇവിടെ കൂടെ കേസ് പ്രതി കൊണ്ടുവരും. അമ്മ വാങ്ങിയിട്ടുണ്ടോ? പൈസ തന്നിട്ടുണ്ടോ? അമ്മ മേടിച്ചിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ പൈസ കൊണ്ട് തന്നു. എങ്ങനെ മേഡം വാങ്ങിക്കത്തെ സാധനം എങ്ങനെ മേഡം വാങ്ങുന്നു? ഞാൻ ഇന്ന് മേഡം ഞാനുമായിട്ട് ഇടപെട്ട് എനിക്ക് ഈ കള്ളം പറയാൻ എനിക്ക് പറ്റൂല. സത്യം സാറേ, ഞാൻ സത്യം പറയാം സാറേ. ഈ നിത്യം ഭൂമിയാണ് ഞാൻ സത്യം. ശരി ശരി. സത്യം എനിക്ക് ഈ പെൻഷൻ കിട്ടി. ഞാൻ പെൻഷൻ പൈസ അല്ലാതെ 1 രൂപ ഒരു കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെട്ട് ഒരു ചായയുടെ പൈസ ഒരു ചായ വാങ്ങിച്ചു തന്നിട്ടില്ല. കൊണ്ടിട്ടും പച്ചവെള്ളം വാങ്ങിച്ചു തന്നില്ല. പച്ചവെള്ളം പിന്നെ അല്ലേ ചായ. ഞാൻ അത്ര ഒരു കഴിയുന്ന ഒരു വ്യക്തിയാണ്. അമ്മയുടെ കാര്യം പറയണം. സത്യസന്ധമായിട്ട് അമ്മ കാര്യം പറയണേ അമ്മ കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ഈ ഞാൻ നേടത്തുണ്ടോ പറഞ്ഞത് ശരി തന്നെ. ഞാൻ സാറന്മാരോട് പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ. അപ്പൊ അമ്മ കാശ് വാങ്ങിച്ചിട്ടില്ല? ഇല്ല. ശരി. അപ്പം സഹായം ചെയ്യണം.
ഈ അമ്മയ്ക്ക് സഹായം ചെയ്യണം. സഹായം ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്യോ? പക്ഷെ ഇങ്ങനെ കേസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇതാക്കുന്നത് ഭയങ്കര മോശമാണ്. അല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ മോനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, നിങ്ങളെ മോനില്ലേ? അമ്മയ്ക്ക് ആരുണ്ട്? എനിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അമ്മ സഹായിക്കാൻ ഇപ്പൊ സഹായിക്കാൻ ഒറ്റയ്ക്കാണ് ജീവിതം. എന്റെ ഒറ്റയ്ക്കാണ് എന്റെ ജീവിതം. എന്റെ കുട്ടികളെ കൊണ്ട് പറ്റൂല എനിക്ക്. അപ്പോഴേ നിങ്ങൾക്ക് അമ്മയെ സഹായിക്കാൻ പറ്റുമോ? എനിക്ക് കയറി കിടക്കാടില്ല. ശരി, അമ്മയെ സഹായിക്കാൻ പറ്റുമോ? ഈ എല്ലായിടത്തും പിരിച്ച കാശെല്ലാം കൂടെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റും സാർ. ഉറപ്പ് തന്നെ. അത് അമ്മയുടെ മുഖത്ത് നോക്കി പറയും. അമ്മ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞാൽ സഹായിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സത്യസന്ധമായി നടത്തുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ സഹായിച്ചു തരാമെന്ന് എനിക്ക് നിങ്ങൾക്ക് വിശ്വാസം തന്നെ? അമ്മയ്ക്ക് വിശ്വാസമാണ്. ഈ മാഡത്തിന് നിങ്ങൾക്ക് വിശ്വാസം തന്നെ? അമ്മ എന്റെ കണ്ണി നോക്കി പറയാമ, എന്റെ കണ്ണി നോക്കി പറയാം. മാഡത്തിന് എനിക്ക് വിശ്വാസം തന്നെ. ഇവരൊക്കെ കൂടെ വന്നപ്പോ ഞാൻ എങ്കിലും അമ്മ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ അമ്മ. ഞാൻ ഇത്രയും അമ്മേനെ അവിടെ വന്ന് വിളിച്ചോണ്ട് ഇവിടെ വന്ന് തെറ്റിദ്ധരിച്ചില്ല. ഞാൻ ഉള്ളത് നടന്ന സംഭവം. ശരി മാഡം, എവിടെ നിന്ന് വന്നേ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കും. ആരെ സഹായിക്കാനാണ് വന്നേ? അമ്മ അമ്മേനെ സഹായിക്കാനാണ് വന്നത്. ഞാൻ മാത്രമല്ല, ഇവരെല്ലാരും വന്നത് അമ്മേനെ സഹായിക്കാണ്. കേരള കൗമുദിയിൽ ഓ മൈ ഗോഡ് എന്ന പ്രാങ്ക് ഷോ എന്നാണ് നമ്മൾ വന്നത് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. മനസ്സിലായി? പറഞ്ഞതെല്ലാം സത്യമാണ്. നമ്മൾ നേരെ പോവും. അമ്മയെ എന്തൊക്കെ സഹായം ചെയ്യണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. അവർ കുറെ പദ്ധതികൾ നമ്മൾ ഓ മൈ ഗോഡ് ടീം ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാം പ്ലാൻ നടക്കും. അമ്മയ്ക്കൊരു വീട്, അതല്ലേ പ്രധാനം? അതല്ലേ പ്രധാനം. അത് നമുക്ക് ചെയ്യാം. ഇത് 75 വയസ്സുള്ള പങ്കജാക്ഷി അമ്മ. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്ത് ഉഴമലക്കൽ പഞ്ചായത്തിലെ പേരിലയിൽ കഴിഞ്ഞ 7 വർഷമായി കുടിൽ വച്ചുകെട്ടി ജീവിക്കുകയാണ് ഈ അമ്മ. കീറിയ ടാർപോളിൻ ഷീറ്റ് ചേർത്ത് കെട്ടിയ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ഈ അമ്മയുടെ ജീവിതം. മകനും മകളും തീരാ ദുരിതത്തിൽ അകപ്പെട്ടപ്പോൾ ആരും നോക്കാനില്ലാത്ത പങ്കജാക്ഷിയമ്മ തലചായ്ക്കാൻ ഇടം തേടി അലഞ്ഞു. ഒടുവിൽ ആരുടെയോ സഹായത്തിൽ ഷീറ്റ് കൊണ്ട് മറച്ച് ഒരു കുടിൽ വച്ചു കെട്ടി. മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. മഴ പെയ്യും, നനയും, കുത്തിമറിച്ചതിനകത്ത് കിടക്കണം. ആരും നോക്കാൻ ആരുമില്ല, കാണാൻ ആരുമില്ല. വിറകുകൾ അടുക്കി വച്ചിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇഴജന്തുക്കളെ പേടിച്ച് ഈ അമ്മ കഴിയുന്നത്. മഴ പെയ്താൽ കുടിൽ മുഴുവൻ ചോർന്നൊലിക്കും. രാത്രികാലത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഇവിടെ കൂരിരുട്ടിലാണ് ജീവിതം. പ്രാഥമിക ആവശ്യത്തിന് ഒരു കക്കൂസ് പോലും ഇവിടെയില്ല. ഞാൻ ഇതിനകത്ത് തന്നെ കിടക്കണേ. കഞ്ഞി വെച്ചാലും കഞ്ഞി വെച്ചില്ലെങ്കിലും കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും മഴയായാലും വെളിയായാലും ഒക്കെ ഞാൻ ഇതിനകത്ത് തന്നെ കിടക്കണം. മിക്ക ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാൻ ഒരു വകയും ഉണ്ടാവാറില്ല. എങ്കിലും ആരോടും പരിഭവം പറയാതെ, ആരാരും അറിയാതെ ഈ അമ്മ ജീവിതം തള്ളി നീക്കുകയാണ്. പങ്കജാക്ഷിയമ്മ, അമ്മയുടെ അവസ്ഥകൾ നമ്മൾ ജനം കണ്ടു കഴിഞ്ഞു. എന്തായിരുന്നാലും നമ്മളെ പ്രേക്ഷകർ ഇതിനു മുമ്പും ഒരുപാട് സഹായം നമ്മൾ പ്രേക്ഷകർ ഓമൈ കൊണ്ട് പ്രേക്ഷകർ ചെയ്തിട്ടുണ്ട്. അമ്മയെയും പങ്കജാക്ഷി അമ്മയെയും ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകർ സഹായിക്കും എന്നുള്ളതിൽ വേറെ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അവർ സഹായിച്ചിരിക്കും. ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് അടക്കം ചൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ പങ്കജാക്ഷി അമ്മയുടെ നമ്പർ പറയാം. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 9207034020 9207034020 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും സംശയമുള്ളവർ. ബാക്കി ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡടക്കം നിങ്ങൾ ചൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഈസ്റ്റർ എപ്പിസോഡ് കാണുന്ന എല്ലാവരും അവരാൽ കഴിയുന്ന സഹായം ഈ പങ്കജാക്ഷി അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ. ഈ പങ്കജാക്ഷി അമ്മയുടെ അവസ്ഥ അറിഞ്ഞിട്ട് പിരാക്കോട് കാരപ്പഴിഞ്ഞി അഗ്നിശാസ്ത്ര ക്ഷേത്ര സമിതിയും ശ്രീനാരായണ ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ഒരു ധനസഹായം കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഭാരവാഹികളായ ശ്രീ രാമേന്ദ്രൻ അവർകളെയും മനുവിനെ ക്ഷണിക്കുന്നു.
അതുപോലെ തന്നെ കൗമുദി ടി വിയുടെയും ധനസഹായം ഞങ്ങൾ കൊടുക്കുകയാണ്. സന്തോഷവും സ്വീകരിക്കണം. നിങ്ങളെല്ലാവരും വന്ന് കണ്ടതാണല്ലോ എൻ്റെ വീട് കിടക്കുന്നതും എൻ്റെ അവസ്ഥയെല്ലാം കണ്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ ഉള്ളവർ എന്നെയും കൂടെ സഹായിച്ചാൽ പുണ്യം കിട്ടും.